ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടൊരു കൺമഷി ഉണ്ടാക്കുന്നതാണ്. അപ്പം ഈ കൺമഷി എന്ന് പറഞ്ഞാൽ നമുക്ക് അധികം ചിലവൊന്നുമില്ല കേട്ടോ. ഒരു കുപ്പി എണ്ണയുടെ മാത്രം എണ്ണ എന്ന് വെച്ചാൽ ഇതിന് ഞാൻ ആവണക്കെണ്ണയാണ് എടുക്കുന്നത്. ആ എണ്ണ മാത്രമുള്ളൂ നമ്മൾ പൈസ കൊടുത്ത് മേടിക്കേണ്ടത്. ബാക്കി ഒന്നും നമുക്ക് വീട്ടിന് ചുറ്റുവശത്തുള്ള കയ്യോന്നി ചേർത്താണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കയ്യോന്നി ചേർത്ത് നമ്മൾ ഈ കൺമഷി ഉണ്ടാക്കി എടുത്താൽ കുഞ്ഞു പിള്ളേർക്ക് തൊട്ട് നമുക്കിത് കണ്ണെഴുതുവോ പിരിയോ എഴുതുവോ എന്നെ ഉണ്ടെങ്കിലും ചെയ്യാം കേട്ടോ. എൻ്റെ മോൾക്ക് കുഞ്ഞിലെ മുതൽ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സാധനം എന്ന് പറയുന്നത് ഈ കൺമഷി ആയിരുന്നു കേട്ടോ. ഇപ്പോൾ അവൾ കൺമഷി ഉപയോഗിക്കാറില്ല. കുഞ്ഞിലെയാണല്ലോ നമ്മളുടെ പരിധിയിലാണല്ലോ നിൽക്കുന്നത്. ആ സമയത്ത് നമുക്ക് നമ്മുടെ മക്കളുടെ കണ്ണെഴുതി കൊടുക്കാം, പൊട്ട് തൊട്ട് കൊടുക്കാം, എന്നെയുള്ളത് ചെയ്യാം. അപ്പം ഞാൻ ആ സമയത്ത് അവൾക്ക് ആദ്യമൊക്കെ ഞാൻ കുറച്ചാൾ കഴിഞ്ഞാണ് ഈ കൺമഷിയുടെ ഇത് എനിക്ക് അറിയാൻ പറ്റുന്നത് കേട്ടോ. അപ്പം ഞാൻ പൊതുവെ അച്ഛൻ്റെ മുടിക്കൊക്കെ തീരെ ഉള്ളു കുറവായിരുന്നു. ആ കൂടെ പിരിയാണേലും ഒരു നേർപ്പ് പോലെ ഉള്ളായിരുന്നേ. ഞാൻ നമ്മൾ സാധാരണ കടയിൽ നിന്ന് മേടിക്കുന്ന കൺമഷി കൊണ്ട് എഴുതിയാലും നമ്മൾ കുളിപ്പിക്കാൻ നേരം എണ്ണയിട്ട് തുടച്ച് കഴിഞ്ഞാൽ അതൊരു നേർപ്പ് പോലല്ലേ നമുക്കറിയാലോ, അന്നേരം ഒറിജിനൽ പിരിയാൻ അറിയാലോ. അങ്ങനെ ആയ സമയത്ത് ഞാൻ ഓർക്കായിരുന്നു നല്ല കളറുള്ളൊരു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചേട്ടൻ വന്നപ്പോൾ ഡോർ തുറക്കുന്ന സൗണ്ട് വന്നുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഓഫ് ചെയ്തേ. അപ്പം അച്ഛൻ്റെ പിരിയത്തിന് തീരെ കട്ടി കുറവായതുകൊണ്ട് ഞാൻ അന്നേരമൊക്കെ ഓർക്കുമായിരുന്നു എന്തെങ്കിലും ഒന്ന് ചെയ്യാനായിട്ട് പറ്റിയിരുന്നെങ്കിലും എന്ന് ഓർക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അന്നത്തെ കാലത്തൊക്കെ യൂട്യൂബൊക്കെ അങ്ങനെ വലിയ ഇതൊന്നും ആയിട്ടൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ കയ്യിലൊന്നും വലിയ ടച്ച് ഫോണോ കാര്യങ്ങളോ ഒന്നും ഇല്ല. നോക്കിയാൽ കുഞ്ഞ് സെറ്റൊക്കെ ആയിരുന്നു അന്ന് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അപ്പം ചേട്ടൻ്റെ ഫോണിലാണ് ഞാൻ ചുമ്മാ ഇങ്ങനെ യൂട്യൂബിൽ കയറി നോക്കിയപ്പോഴാണ് ഇങ്ങനൊരു കൺമഷി ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ അന്നേരം തന്നെ ഈ കയ്യൊന്നിയുടെ ഇല പറിച്ച് നേര് പിഴിഞ്ഞ് അതിങ്ങനെ വെയിലത്ത് വെച്ച് ഉണക്കി ഒന്നെടുത്ത് നോക്കി. പക്ഷെ അന്ന് മുതൽ ഞാൻ അവിടെ പിരിയത്തേലും കണ്ണിലും അതായിരുന്നു എഴുതിക്കൊണ്ടിരുന്നത്. അപ്പം അത് എഴുതാൻ തുടങ്ങി ഒരു മാസമൊക്കെ കഴിഞ്ഞപ്പം തൊട്ടുണ്ടല്ലോ അച്ഛൻ്റെ പിരിയത്തിന് നല്ല കട്ട കറുപ്പ് വരാൻ തുടങ്ങി. ഇച്ചിരി കട്ട പിരിയം എന്നൊക്കെ പറയത്തില്ല, നല്ല ഉള്ളോട് കൂടി പിരിയം വരാൻ തുടങ്ങി. അതുപോലെ തന്നെ കൺപീലിക്കാണേലും അവളുടെ നല്ല കറുപ്പ് വരാൻ തുടങ്ങി. അന്നേരത്തേക്ക് പിന്നെ എനിക്ക് വീണ്ടും 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 ഇത് ഉണ്ടാക്കാനും അവൾക്ക് പുരട്ടി കൊടുക്കാനും എല്ലാം ഇതായി. അങ്ങനെ പ്രത്യേകിച്ച് നമ്മൾ ഈ പെൺപിള്ളേരൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് നല്ല ഷേപ്പിനൊക്കെ പിരിയും ഇരുന്ന് നല്ല ഭംഗിയല്ലേ. അങ്ങനെ അച്ഛൻ്റെ പേര് അതിന് ദീപാശിയോട് പറയായിരുന്നു, വാരി അങ്ങ് തേച്ചു നല്ല കട്ടി, നമ്മുടെ ഒന്നും പിരിയാൻ പോലെ ആയി പോകരുത്, നല്ല കട്ടി പിരിയായിട്ട് കിട്ടണമെന്ന് പറഞ്ഞിട്ട്. അപ്പം അച്ഛൻ്റെ പിരിയൻ തീരെ കട്ടി കുറവായിരുന്നു. ആ സമയത്ത് ഞാനിത് ഇങ്ങനത്തെ കൺമഷിയായിരുന്നു ഞാൻ ഉണ്ടാക്കി ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പം നമുക്കത് എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്നും എന്തെല്ലാമാണ് അതിനകത്ത് ചേർക്കുന്നതെന്നുള്ളത് നമുക്ക് വീഡിയോയിലൂടെ കാണാം. കണ്ടേച്ച് അത് ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പറയാവേ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൊടുക്കുന്ന ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമുക്ക് കൺമഷി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വീഡിയോയിലൂടെ കാണാം. നല്ല ഒരു ഇതാണ്. ഇത് ഉണ്ടാക്കി കഴിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറയാം കേട്ടോ. നമ്മുടെ കൺമഷിക്ക് പ്രധാനമായിട്ട് വേണ്ട ഒരു സാധനം എന്താണെന്ന് ചോദിച്ചാൽ കയ്യോന്നിയാണ് കേട്ടോ. ഇതാണ് നമുക്കിതിനകത്ത് പ്രധാനപ്പെട്ടായിട്ട് വേണ്ടത്. പിന്നെ രണ്ട് സാധനങ്ങൾ മാത്രം മതി നമുക്ക് ഈ കൺമഷി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇത് ഞാൻ ചുവടെ ഇങ്ങനെ പറിച്ചെടുക്കുവാണേ. ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടാകാറുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇവിടെ അടുത്തത് ഇങ്ങനെ കിളുത്ത് വരുന്നുണ്ട്. ഇങ്ങനെ നന ഉള്ളിടത്തത് ഇഷ്ടം പോലെ ഉണ്ടാകും. ഇത് എടുത്തു കഴിയുമ്പം ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ. ഇത് കണ്ടോ, ഇതിൽ ഇതുപോലെ വല്ല പൂപ്പലോ അല്ലെങ്കിൽ ചുക്കിലിയൊക്കെ ഉണ്ടോ നോക്കി മാത്രമേ ഇതെടുക്കാവുള്ളൂ കേട്ടോ. കാര്യം നമ്മൾ കണ്ണിലൊക്കെ എഴുതാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇപ്പം നമ്മുടെ കയ്യോന്നി എല്ലാം നല്ലപോലെ ഒന്ന് കഴുകി എടുക്കണം കേട്ടോ. വെള്ളത്തിൽ നമ്മളിപ്പോൾ ഈ ഉണക്കൊക്കെ ആയിട്ട് പൊടിയും എല്ലാം കാണും. എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കിയതിന് ശേഷം ഇതുപോലൊരു ചെറിയ ജാറിനകത്തോട്ടെടുത്ത് ആദ്യം ഒന്ന് ചതച്ചേച്ച് ഒരു ശകലം വെള്ളവും കൂടെ എടുത്തൊന്ന് അരയ്ക്കുമ്പോൾ നല്ലപോലെ ഇതിൻ്റെ നീര് കിട്ടും കേട്ടോ. ഇത് അരച്ചേച്ച് പിന്നെ നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കണേ. ഒരു സ്പൂണോ എന്നേലും കൊണ്ട് ഇങ്ങനെ എടുക്കുന്നതായിരിക്കും നല്ല കേട്ടോ. അല്ലെങ്കിൽ ഇതിൻ്റെ കറ കയ്യിൽ ഭയങ്കരമായിട്ട് പിടിച്ചിരിക്കും. ഞാൻ ഇന്ന് അരിച്ചെടുക്കട്ടെ. ഇത് അരിച്ചെടുത്താണേ. ഇതുണ്ട് നല്ല പച്ച കളറാണ്. നമുക്ക് ചെയ്യേണ്ട എന്നാന്നുള്ളത് പറയാവേ. ഇതുപോലെ വെള്ള തുണി നമുക്ക് എന്തോരാവശ്യമെന്ന് വെച്ചാൽ അത് കീറിയെടുക്കുക. കീറിയെടുത്തതിന് ശേഷം ഇത് ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലോട്ടോ ഇട്ടതിന് ശേഷം ഈ നമ്മൾ ജ്യൂസ് ഉണ്ടാക്കി വെച്ചേക്കുന്നില്ലേ അത് ഇതിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. നമ്മളിപ്പോൾ ഒത്തിരി നമ്മൾ ഉണ്ടാക്കി വെക്കുന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടുതൽ ജ്യൂസ് എടുക്കുക. എന്നിട്ട് കുറേ തുണി ഇങ്ങനെ അടുക്കി എടുത്ത് ഉണക്കി എടുക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കൺമഷി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഉണ്ടാക്കി തീർന്നു കഴിയുമ്പോൾ നമ്മൾ എടുത്ത് കഴിയുമ്പം പിന്നെ നമുക്ക് ഉണ്ടാക്കണമെന്ന് തോന്നുന്നില്ല. ഇതൊരു തുണി ഉണക്കിയെടുത്ത് ഇങ്ങനെ ഈ കയ്യോന്നിയുടെ നീരൊഴിച്ച് അത് ഉണക്കിയെടുത്ത് വെക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീടാണേലും മഴ സമയത്തൊക്കെ ആണെങ്കിലും നമുക്ക് ഇതുപോലെ കൺമഷി ഉണ്ടാക്കിയെടുക്കാവേ. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് സെറ്റാക്കട്ടെ. ഇതിപ്പോൾ ഇതുണ്ട് ഒരു ശകലം നീര് പോലെ ഇതിൻ്റെ മേളിലുണ്ട്. അത് ഇപ്പോൾ വെയിലത്ത് വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് ഉണങ്ങി ഇതിലോട്ടങ്ങ് പിടിച്ചോളും കേട്ടോ. അപ്പം നല്ല വെയിലാണ്. വെയിലത്തോട്ട് വെച്ച്
ഉണക്കിയെടുക്കട്ടെ. ഇത് ഇന്നലെ നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്താണേ. നമ്മളിത് ഇപ്പോൾ വെയിലുള്ളതുകൊണ്ട് നമുക്ക് നല്ലപോലെ ഉണങ്ങി കിട്ടും കേട്ടോ. ആ വെള്ളം മുഴുവൻ ഇതിനകത്തേക്ക് പറ്റിപ്പിടിച്ചു. അങ്ങനെ ഈ 2 തുണിയും ഞാൻ നല്ലപോലെ ഉണക്കിയെടുത്തേ. അപ്പം ഇനി നമ്മളിതുപോലെ ഉണക്കിയതിന് ശേഷം ഞാനിപ്പോൾ 2 തുണിയിലോട്ടാണ് ഇപ്പോൾ ഇത്രയും എടുത്തേക്കുന്നത്. എന്നിട്ട് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ ചെറുതായിട്ട് നമ്മൾ ഈ വിളക്കിനൊക്കെ തിരിയിടാൻ വേണ്ടി ഇങ്ങനെ തുറത്തെടുക്കുക എന്ന് പറയത്തില്ലേ, തുറത്തെടുക്കണം. ഇതങ്ങ് കട്ടിയിലെടുക്കണം, അല്ല മുറുക്കി തുറത്തെടുക്കണേ. സൈഡിൽ നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ കൊണ്ടുവരുമ്പോഴത്തേക്ക് നല്ല ടൈറ്റായിട്ട് കിട്ടിക്കോളും. ഇതൊന്നെങ്കിൽ 2 ആക്കാം കേട്ടോ, 2 ആക്കുമോ. ഇതിപ്പോൾ ഞാൻ വെച്ചാൽ ഇങ്ങനെ തുറത്തെടുത്ത് വെച്ച് ചിരാതിനകത്തോട്ട് ഇങ്ങനെ അങ്ങ് ചുറ്റി അങ്ങ് വെക്കും, ഇങ്ങനെ അങ്ങ് വെക്കും. ചിരാതിനകത്തുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒതുങ്ങിയിരുന്നുള്ളൂ. ഇങ്ങനെ ഈ 2 തുണിയും ഞാൻ ഇങ്ങനെ തുറത്തെടുക്കട്ടെ. ഇതിപ്പോൾ ഞാൻ 2ആയിട്ട് കീറിയാണ് എടുത്തത്. അതാകുമ്പോഴത്തേക്ക് നമുക്ക് ചെറിയ തിരിയായിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട്. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. നിങ്ങളുടെ വലിയ പാത്രം ഉള്ളെങ്കിൽ അത് മുഴുവനായിട്ട് എടുക്കാം, അതല്ല ചെറിയ പാത്രമാണെങ്കിൽ ഇങ്ങനെ എടുത്ത് ഇതാകുമ്പോൾ നമുക്ക് നല്ലപോലെ ഒന്ന് തുറത്തെടുക്കാൻ പറ്റും. വലിപ്പം കുറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ എടുത്ത് തുറത്തങ്ങെടുത്താൽ മതി. ഇത് കണ്ടോ, ഇങ്ങനെ കയറ്റെടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇതുണ്ട്. ഇതുപോലെ ടൈറ്റായിട്ട്, അല്ലെങ്കിൽ ഉണ്ടല്ലോ ആളിപ്പോകും നമ്മൾ എണ്ണ ഒഴിച്ച് വെക്കുമ്പോഴത്തേക്ക്. ഇതുപോലെ ഇച്ചിരി ടൈറ്റായിട്ടിരിക്കണേ. ഞാനപ്പം നമ്മുടെ കൺമിഷി ഉണ്ടാക്കാനായിട്ടുള്ള എല്ലാം ഒന്ന് സെറ്റാക്കി. ഇതുണ്ടോ, ഇതിന് നമ്മൾ എടുക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ ആവണക്കെണ്ണയാണ് എടുക്കുന്നത്. ആവണക്കെണ്ണ നമ്മൾ ഇതുപോലൊരു ചിരാതിനകത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രത്തിലോട്ടോ എടുത്തേച്ച് ഈ തിരി ഇങ്ങനെ മുക്കി വെക്കുക. നല്ലപോലെ എണ്ണ ഒഴിച്ച് കൊടുക്കണേ. ഞാനിപ്പോൾ ഇതിനകത്തോട്ട് ആദ്യമേ ഈ ഒരെണ്ണത്തിനകത്തോട്ട് ഞാൻ ഇതാക്കി നിറച്ച് എണ്ണ ഒഴിച്ച് വെച്ചേക്കുക. എന്നിട്ട് പാത്രം കമത്തി വെച്ചേക്കുക. അതിപ്പോൾ ഒരു കല്ലോ ഞാനിപ്പോൾ 2 ചിരട്ടയാണ് എടുത്ത് വെച്ചേക്കുന്നത്. അങ്ങനെ എന്നേലും വെച്ച് എടുക്കുക. എന്നിട്ട് ഇത് രണ്ടും എല്ലാം കൂടെ ഒന്നിച്ചങ്ങ് വെക്കാമെങ്കിൽ ഉണ്ടല്ലോ ഒന്നിച്ചിരുന്ന് കത്തിക്കോളൂ. എണ്ണ പോകാത്ത രീതിയിൽ ഇങ്ങനെ സെറ്റാക്കി വെക്കുക. കത്തിക്കട്ടെ. ഒരു തിരി നമുക്ക് ബാലൻസ് ഉണ്ട്, അത് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. അതല്ലെങ്കിൽ അത് സൂക്ഷിച്ച് വെക്കാമെങ്കിൽ കൺമഷി തീർന്നു കഴിയുമ്പോൾ വീണ്ടും നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഫസ്റ്റ് തീപ്പെട്ടി വെള്ളത്തിലൊന്ന് ഒരിടത്തെ കത്ത് പിടിച്ചാൽ പിന്നെ ബാക്കിയുള്ളതും കത്തിക്കോളൂ. ഞാൻ ഈ ഒരു സൈഡിലോട്ട് ഇച്ചിരി ചെരിച്ച പാത്രം വെച്ചേക്കാം, നമുക്കിത് വെക്കാനുള്ളൊരു സൗകര്യത്തിന്. എണ്ണ ശരിക്കും ഒഴിച്ച് കൊടുക്കണം കേട്ടോ, എന്നാലേ നമുക്ക് നല്ലപോലെ അത് കരി കത്തി കിട്ടുകയുള്ളൂ. ഇല്ലെങ്കിൽ ഇതങ്ങ് കത്തി പെട്ടെന്ന് അങ്ങ് തീർന്നു പോകും. ഇച്ചിരി കൂടെ താത്ത് വെക്കണം. ഇങ്ങനെ അങ്ങ് വെച്ചാൽ മതി. ഇതുണ്ട്. ഇപ്പോൾ അത് 3ഉം ഒരുപോലെ ഇരുന്നും കത്തുവാണേ. എണ്ണ ഇടയ്ക്ക് നോക്കണം, എണ്ണ കുറയുന്നുണ്ടെങ്കിൽ എണ്ണ ഒഴിച്ച് കൊടുക്കണേ. ഞാനിപ്പോൾ നേരത്തെ ഒരു ഇച്ചിരി എണ്ണ ഇതിനകത്ത് എനിക്ക് കുറച്ചുണ്ടായിരുന്നു, ഒരു ശകലം ഉണ്ടായിരുന്നു, അതിനകത്തോട്ട് ഒഴിച്ചു. പിന്നെ ബാക്കി ഇതിനകത്ത് ഇത്രയും കൂടി ഉണ്ട്. നമുക്ക് ആവശ്യമുള്ള ഇത്രയും എടുത്താൽ മതി. കരി എന്തോരം വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് എടുത്താൽ മതി. അവിടെ നിന്ന് അത് കത്തി കരി പിടിക്കട്ടെ. നമ്മുടെ കൺമഷിയുടെ ഇത് കത്തി തീർന്നിട്ട് കുറച്ച് നേരമാണ് കേട്ടോ. ഞാനത് തണുത്തതിന് ശേഷമാണ് എടുത്തേക്കുന്നത്. ഇത് കണ്ടോ, പാത്രം നിറച്ച് കരിയായിട്ടുണ്ട്. ഇപ്പോൾ ഇതെല്ലാം കത്തി തീർന്നിട്ട് ഞാൻ പിന്നെ എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തായിരുന്നു. നമുക്ക് പിന്നെ ഒരു തിരി മിച്ചം ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് ഇനിയിപ്പോൾ നമുക്കൊന്ന് ഇതേന്ന് മൊത്തം വടിച്ചെടുക്കണം. കൺമഷിയുടെ കരിയെല്ലാം സെറ്റായി. നമുക്കിനി ഇതൊരു സൈഡിൽ നിന്ന് ഇതിങ്ങനെ വടിച്ചെടുക്കാവേ. ഇത് കണ്ടോ, ഇതിപ്പോൾ ഞാനൊരു തീപ്പെട്ടിക്കൊള്ളിയുടെ കവറാണ് എടുത്തേക്കുന്നത്. തീപ്പെട്ടിക്കൊള്ളിയുടെ കവറോ വേസ്റ്റ് ബോർഡോ
എണ്ണ വേണേലും എടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ 1 മണിക്കൂറോളം ഇതിങ്ങനെ കത്തിച്ച് നമ്മൾ എണ്ണ ഒഴിച്ചൊഴിച്ച് കൊടുക്കാമെങ്കിൽ ഉണ്ടല്ലോ അതിലേക്ക് കരി അങ്ങ് വന്നുകൊണ്ടിരുന്നോളും കേട്ടോ. നമുക്ക് ഇഷ്ടം പോലെ കരിമഷി കിട്ടും. ഇതൊരു ശകലം മതി കേട്ടോ, നല്ല കറുപ്പാണ് ഇതിപ്പോൾ കേട്ടോ. ഇത്ര ഇനി ഇതിൻ്റെ സൈഡിൽ നിന്നെല്ലാം വടിച്ചെടുക്കാനുണ്ട്, അതെല്ലാം ഞാനൊന്ന് വടിച്ചെടുത്തോട്ടെ. സൈഡിൽ നിന്നും എല്ലാം വടിച്ചെടുത്ത് കേട്ടോ, മുഴുവനും വടിച്ചെടുത്ത് ഇത്രയും കൂട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എന്നാണ് ചെയ്യേണ്ടതെന്ന് പറയാം. ഇപ്പം നമ്മളുണ്ടാക്കിയ ഇതുണ്ടല്ലോ കൺമഷിയുടെ കരിയെ ഇത് കുറച്ച് എടുത്തിട്ടുള്ളത്. അതിന് കുറേ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്രാവശ്യം. സാധാരണ എനിക്ക് ഇത്രയും ഞാൻ എടുക്കാറില്ല, ഇച്ചിരിയാണ് എനിക്ക് കിട്ടാറുള്ളത് കേട്ടോ. എന്ന് വെച്ചാൽ കുറച്ച് നേരം കൊണ്ട് ഞാൻ പെട്ടെന്ന് കത്തിച്ചങ്ങ് തീർക്കും. പക്ഷേ ഈ പ്രാവശ്യം ഇച്ചിരി കൂടുതൽ നേരം വെച്ചത് തീ കത്തിച്ച് എടുത്ത് സെറ്റാക്കി. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ ഡെപ്പിയിലേക്ക് ഞാനത് മാറ്റി. വേറെ എൻ്റെ ആവണക്കണ്ണ ഇരിപ്പുണ്ട്, ഞാൻ ഇതിനകത്തൊരു ചെറിയ കുപ്പിയിൽ നിന്ന് എടുത്ത് എന്നാന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് മതി. നമ്മൾ വലിയ കുപ്പിയിൽ നിന്ന് കമത്തുമ്പോൾ പെട്ടെന്ന് ഒത്തിരി അങ്ങ് ആയിപ്പോയെങ്കിലോ എന്ന് ഓർത്തുകൊണ്ടാണ് നമ്മളിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ചെറിയൊരു ഡെപ്പിക്കകത്താണ് എടുത്തേക്കുന്നത്. ഇത് കൺമഷിയുടെ ഡെപ്പിയൊന്നും അല്ല കേട്ടോ, ചുമ്മാ ഒരു ഡെപ്പിയാണ്. ഒത്തിരി എണ്ണ ഒഴിക്കണ്ട കേട്ടോ, കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. കാര്യം ഒത്തിരി അങ്ങോട്ട് എണ്ണയായി കഴിഞ്ഞാൽ കണ്ണ് നീറും. നമുക്ക് കൺമഷിയുടെയൊക്കെ ഒരു കുഴച്ചെടുക്കുന്ന ഒരു ഇതുണ്ടല്ലോ, ആ ഒരു ഇതിൽ കിട്ടിയാൽ മതി. എന്നിട്ട് ഇപ്പം തന്നെ അത് നല്ല തിക്കായി. ഒരു ശകലം മതി കേട്ടോ, നമ്മൾ അതിൻ്റെ ഒരു ഇത്രയും ഉണ്ടാക്കിയുണ്ടല്ലോ കുറേ നാളത്തേക്ക് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അതിൻ്റെ ഒരു ഇത്രയും കൺമഷി മതി, നമുക്ക് കുറേ നാളത്തേക്ക് നമുക്കിത് ഉപയോഗിക്കാം. അപ്പം നമ്മുടെ കൺമഷി എല്ലാം സെറ്റായി കേട്ടോ, നല്ല ഇതായിട്ടുണ്ട്. ഇത് ഇനിയിപ്പം നമുക്ക് വലിയവർക്കും ചെറിയവർക്കും എല്ലാം തേക്കാം കേട്ടോ. കുഞ്ഞു പിള്ളേരും തൊട്ട് വലിയവരും തൊട്ട് എല്ലാവർക്കും തേക്കാം. പിന്നെ കുഞ്ഞു പിള്ളേരാകുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും. കാര്യം നമ്മളെന്നു വെച്ചാൽ കുഞ്ഞുങ്ങളല്ലേ, അവരുടെ പിരിയം വളർന്നു വരുന്നതേ ഉള്ളൂ. ആ സമയത്ത് നമ്മൾ തട്ടി കൊടുക്കാമെങ്കിൽ ഒന്നും കൂടെ നല്ലതായിട്ട് റിസൾട്ട് കിട്ടും. ഇത് പിരിയത്തെ നമ്മൾ എഴുതിയതിന് ശേഷം ഇച്ചിരി പൗഡർ ഇട്ട് അതിലിങ്ങനെ ഒന്ന് നമ്മൾ സാധാരണ കുഞ്ഞുങ്ങളുടെ കൺമഷി കൊണ്ട് എങ്ങനെ പിരിയിടുന്നോ അതുപോലെ തന്നെ വലിയവർക്കും അങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ. എന്നിട്ട് പൗഡർ ഇട്ടാൽ കൊടുത്ത് അതിന് പടരത്തൊന്നുമില്ല. പിന്നെ കുഞ്ഞുങ്ങളുടെ എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ണ് എഴുതുമ്പോഴത്തേക്ക് ഈ കൺമഷിക്കകത്ത് വിരൽ മുക്കിച്ച് വിരലുണ്ടല്ലേ, അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ നമ്മൾ ഇങ്ങനെ അങ്ങ് എഴുതി കൊടുക്കുമ്പോഴത്തേക്ക് അവരുടെ കൺപീലിയിലും എല്ലാം ആകും. അപ്പോൾ ആ കൺപീലി എന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ നല്ല തിക്കായിട്ട് വളർന്നു വരികയും ചെയ്യും, നല്ല കട്ടിയോടുകൂടി ഇരിക്കുകയും ചെയ്യും. അപ്പം ഞാനിപ്പോൾ ഇത് കൺമഷി എഴുതുന്നത് കാണിച്ചത്. അപ്പം വലിയവർക്ക് എന്നൊക്കെ പറയും, പിരിയും പൊഴിയുന്നവർക്കും ഒക്കെ നല്ലതാണ്, ഇതിൻ്റെ റിസൾട്ട് നല്ല ഇതായിട്ട് കിട്ടും. അപ്പം വലിയവർക്ക് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് റിസൾട്ട് കിട്ടണമെന്നില്ല കേട്ടോ, ഇച്ചിരി താമസം വരുമായിരിക്കും. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് പൊഴിഞ്ഞു പോയടത്തേക്ക് പിരിയും കിളുത്ത് വരുന്നതാണ്. അതേസമയം കുഞ്ഞു പിള്ളേർക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും. ഇത് നല്ല അടിപൊളിയാണ്. എല്ലാവർക്കും നിങ്ങളിത് കുറച്ച് ദിവസം കണ്ടിന്യൂ ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വലിയവരൊന്നും ചെറിയവരൊന്നും ഒന്നുമില്ല, എല്ലാവർക്കും റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പം ഞാനിത് എൻ്റെ കണ്ണിലൊന്ന് എഴുതി കാണിക്കാവേ. ഇതിപ്പോൾ എഴുതുമ്പോഴത്തേക്ക് ഞാൻ ഈ തീപ്പെട്ടിക്കൊള്ളി കൊണ്ടാണ് എഴുതുന്നത്. കണ്ടോ, നല്ല കറുപ്പായിട്ടുണ്ട് കണ്ണിന്. തീപ്പെട്ടിക്കൊള്ളി എന്ന് പറഞ്ഞാൽ തീപ്പെട്ടിക്കൊള്ളിയുടെ മരുന്ന് കളഞ്ഞതിന് ശേഷമാണ് ഞാനിത് എടുത്തേക്കുന്നത്. ഇത് ഒന്ന് ഉരച്ചതിന് ശേഷം അത് കത്തി കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ തുമ്പത്തുനിന്ന് അതങ്ങ് കളഞ്ഞാൽ മതി, അതങ്ങ് പൊക്കോളും കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് ഈ കണ്ണിലും കൂടെ ഞാൻ ഇന്ന് കണ്ണ് എഴുതിയില്ലായിരുന്നു. അപ്പോൾ ഈ കൺമഷി ഉണ്ടാക്കിയതുകൊണ്ട് ഇതും കൊണ്ട് അങ്ങ് എഴുതാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ നിങ്ങളെ കാണിക്കുകയും ചെയ്യാമല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ എടുത്തത്. ഇത് കണ്ടോ, നല്ല കറുപ്പല്ലേ കിട്ടുന്നത്. കണ്ടോ, നല്ല കറുപ്പ് കിട്ടും. നമ്മുടെ ഇനിയിപ്പോൾ നിങ്ങൾ കൺപീലിയിലോട്ട് നമ്മൾ ഇങ്ങനെ എഴുതുവാണെങ്കിൽ പോലും വേണ്ട ഇങ്ങനെ ഒന്ന് ഈർക്കിലുകൊണ്ട് ഇങ്ങനെ കൺപീലിയിലോട്ടൊന്ന് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നല്ല കട്ട കറുപ്പാണ് കിട്ടുന്നത്, നമുക്ക് കണ്ണിന് നല്ല ഇതായിട്ട് കിട്ടും. പിന്നെ പ്രത്യേകിച്ച് സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, വേറെ കെമിക്കലൊന്നും ഇതിനകത്ത് ചേർന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് നല്ല ഇതായിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റും. അപ്പം ഞാൻ എൻ്റെ കണ്ണിൽ കൺമഷിയൊക്കെ എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോ എന്നൊക്കെ പറയുന്നത് ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമുക്ക് നമ്മുടെ വീടിൻ്റെ മുറ്റത്തുള്ള കയ്യൊന്നി ഉപയോഗിച്ച് നമുക്ക് നല്ല ഇതായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കൺമഷിയാണ്. എല്ലാവർക്കും ഉപയോഗിക്കാനും പറ്റും, പ്രായമുള്ളവർക്കും വയസ്സ് ചെയ്യുന്നവർക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ എൻ്റെ കണ്ണിൽ അത് എഴുതി കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ഞാൻ കുറച്ച് പൊടി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ കൺമഷി ഉണ്ടാക്കിയപ്പോഴത്തേക്ക് ദീപാച്ചി എന്ന് പറഞ്ഞിരുന്നു അവൾക്ക് ഇച്ചിരി കൊടുത്തില്ലെന്ന്. അപ്പോൾ അവൾക്ക് ഇച്ചിരി കൺമഷി കൊടുക്കാൻ വേണ്ടി ഞാൻ ആ പൊടി മാറ്റി വെച്ചേക്കുന്നതാണ്. അപ്പം ഇത് എനിക്കിവിടെ ഉപയോഗിക്കാനായിട്ടാണ്. എനിക്കും അച്ചു കണ്ണെഴുതത്തില്ല കേട്ടോ അവള്. പിന്നെ പിരിയത്തിന് അവൾക്കിപ്പോൾ നല്ല കട്ടിയുണ്ട്, അതുകൊണ്ടുള്ള പിരിയത്തിലും എഴുതത്തില്ല, ഞാനേ ഉള്ളു കണ്ണും എഴുതുന്നത്. അങ്ങനെ എനിക്ക് വേണ്ടി എടുത്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല അടിപൊളി കൺമഷിയാണ്. അതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമുണ്ട്. അപ്പോൾ മറന്നു പോകണ്ട കേട്ടോ.
ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങൾ ലൈക്ക് ചെയ്ത് കാണാവുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചും കൊണ്ടൊന്ന് പോകണം കേട്ടോ. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. ഇനി അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ.